ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് തുടരുകയാണ്. ഇന്ന് ഇതുവരെ 70,000-ഓളം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. സന്നിധാനത്തെ തിരക്ക് പരിഗണിച്ചായിരിക്കും കൂടുതൽ ഭക്തർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ അധ്യക്ഷതയിൽ എരുമേലിയിൽ അവലോകന യോഗം ചേർന്നു. പ്രധാനമായിട്ട് എരുമേലിയുടെ പ്രശ്നം കാനനപാത വഴി സന്നിധാനത്തേക്ക് വരുന്ന ആളുകൾ, അയ്യപ്പന്മാർ പരമ്പരാഗതമായ പാതയിൽ നിന്ന് വ്യതിചലിച്ച് വേറെ പാതകളിലൂടെ വന്ന് കയറുന്നു. ഇവിടെ അവരുടെ എണ്ണത്തിൽ നമുക്ക് നിയന്ത്രണങ്ങളിൽ കുറച്ചുകൂടെ ഒരു നിയന്ത്രണം ഉണ്ടാവണം എന്നുള്ള കാര്യം ADGP പറഞ്ഞത് അദ്ദേഹം തന്നെ വിശദീകരിക്കും. മുക്കുഴിയിൽ ഒരു പുതിയ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം കൊടുക്കാനും കൂടി തീരുമാനിച്ചു. എന്തായാലും ഈ വഴി വരുന്ന എല്ലാവർക്കും സ്പോട്ട് ബുക്കിങ്ങോ അല്ലെങ്കിൽ വിർച്വൽ ക്യൂ ബുക്കിങ്ങോ വേണമെന്ന് കൂടി നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുകയാണ്. പ്രതീക്ഷയുടെ ഇപ്പോൾ വിവരങ്ങളുമായി സന്നിധാനത്ത് പ്രതീക്ഷ, എന്തൊക്കെയാണ് ഈ യോഗത്തിന്റെ തീരുമാനങ്ങൾ? പ്രതീക്ഷ ഉന്മേഷ, ശബരിമലയിലേക്ക് തീർത്ഥാടകർ കൂടുതലായി എത്തുന്നത് എരുമേലി മേഖലയിൽ നിന്നുകൂടിയാണ്. കാനനപാത വഴി എരുമേലി വഴി വലിയ തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് ശബരിമലയിലേക്ക് ഉണ്ടാകാറുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധ്യക്ഷതയിൽ ഇന്ന് എരുമേലിയിൽ അവലോകന യോഗം ചേർന്നത്. ഈ കാനനപാതയിൽ നിന്ന് മാറി മറ്റു പല വഴികളിൽ നിന്നും തീർത്ഥാടകർ എത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും പോലീസും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ സുരക്ഷ കർശനമാക്കും എന്നതാണ് ഈ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായി ഉള്ള വഴിയിൽ കൂടി മാത്രമേ തീർത്ഥാടകർ എത്താകൂ എന്നുള്ള ഒരു വിശദീകരണമാണ്, ഒരു നിർദ്ദേശമാണ് ദേവസ്വം ബോർഡും പോലീസും നൽകിയിരിക്കുന്നത്. ഒപ്പം എരുമേലി വഴി എത്തുന്ന തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യവും ഏർപ്പെടുത്തും. അതിനായി മുക്കുഴിയിൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടർ ആരംഭിക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനം ആയിട്ടുണ്ട്. നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന മുറയ്ക്ക് സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം കൊണ്ടുവരുമെന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിരിക്കുന്നത്. പമ്പയിൽ നിന്ന് കൃത്യമായി നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്കും കടത്തിവിടുന്നത്. ഇന്നലെ 86,000 തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നു. ഇന്ന് ഇതുവരെ 60,000 തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ കണക്ക്. പ്രതീക്ഷാണ് സന്നിധാനത്ത് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.